ഇന്നൊരു കഫേന്റെ ഓണറായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അവർ നല്ലൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്തു, ഇനി ഒരു എക്സ്പാൻഷൻ സ്റ്റേജിലോട്ട് മാറുകയാണ്. പക്ഷെ ആ ഫൗണ്ടർക്ക് ചില കാര്യങ്ങൾ ആളുടെ പാർട്ട്ണറെ കൺവിൻസ് ചെയ്യാൻ കഴിയുന്നില്ല. ആളുടെ കൺസേൺസ് എനിക്ക് കേട്ടപ്പോ എനിക്ക് മനസ്സിലായി കാര്യങ്ങൾ. പക്ഷെ ആ ഫൗണ്ടർക്കുള്ള അത്ര ഒരു വിഷണറി മൈൻഡിലല്ല ആളുടെ പാർട്ട്ണർ ഉള്ളത്. നമ്മൾ ഫുഡ് ബിസിനസ്സിലൊക്കെ പാർട്ട്ണറെ ചൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലൊക്കെ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. മറ്റുള്ളൊരു ബിസിനസ് പോലെ അല്ല പാർട്ട്ണർഷിപ്പ്. റെസ്റ്റോറന്റ് അല്ലെങ്കിൽ ഫുഡ് ബിസിനസ്സിലോട്ട് വരുമ്പോൾ ആ ഫൗണ്ടർക്ക് ഒരു വിഷൻ ഉണ്ടെങ്കിൽ ആളുടെ കൂടെ നിൽക്കുന്ന ഒരു പാർട്ട്ണർ അല്ലെങ്കിൽ അത് മനസ്സിലാവുന്ന പാർട്ട്ണർ, ആ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ ആളുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ ബ്രാൻഡ് എവിടെ എത്തും, എങ്ങനെയാണെന്നൊക്കെ. പക്ഷെ ഈ പാർട്ട്ണറുടെ ചില ക്വസ്റ്റ്യൻസ് ലോജിക്കലി നോക്കുമ്പോൾ ഈ പാർട്ട്ണർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ചില കാര്യങ്ങൾ അങ്ങനെയാണ്. നമ്മൾ ബിൽഡ് ചെയ്യുന്ന സമയത്ത് എല്ലാ ലോജിക്കുകളും ചിലപ്പോൾ വർക്ക് ആവണമെന്നില്ല. ചിലതൊക്കെ വിഷന്റെ പുറത്തായിരിക്കും മുന്നോട്ട് പോവുക. കുറെ ഡ്രീമുകൾ ഉണ്ടാവും. ഫുഡ് ബിസിനസ്സിൽ നമ്മൾ എപ്പോഴും ഒരു പാർട്ട്ണറെ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ വിഷനും കാര്യങ്ങളൊക്കെ ആളുടെ ക്ലിയർ ആയിട്ട് ക്ലാരിറ്റി ആയിട്ട് ആൾ പറഞ്ഞ് മനസ്സിലാക്കണം. ആ ക്ലാരിറ്റി പുള്ളിക്കാരൻ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തും വേണം.